ഈ ചാനൽ ചർച്ചകളിലൊക്കെ നിങ്ങൾ കേട്ട മുഴച്ചു നിന്ന ഒരു പദമുണ്ട്. എല്ലാ ദിവസവും നടന്ന ചർച്ചയിൽ ഉറക്കെ ചോദിച്ചൊരു ചോദ്യമുണ്ട്: നിങ്ങൾക്ക് മാത്രം എന്താണ് പ്രശ്നം? ഒരു മുസ്ലിം പ്രതിനിധിയായി ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരാൾ സൂംബ പോലെയുള്ള അല്ലെങ്കിൽ സാംബ പോലെയുള്ള, അതുമല്ലെങ്കിൽ ജെൻഡർ ന്യൂട്രാലിറ്റി പോലെയുള്ള വിഷയങ്ങളെ എതിർത്ത് സംസാരിക്കുമ്പോൾ ഓരോ ചാനലുകളിലും മുഴച്ചു നിന്നൊരു ചോദ്യമാണ്: നിങ്ങൾക്ക് മാത്രം എന്താണ് പ്രശ്നം? ചർച്ച ചെയ്യുന്ന, ഈ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന അവതാരകനോ അവതാരകയോ ആയ എനിക്ക് പ്രശ്നമില്ല. ചർച്ചയിൽ പങ്കെടുക്കുന്ന 3 വ്യത്യസ്ത വിഭാഗങ്ങൾ, നിങ്ങളെ കൂടാതെ 3 വ്യത്യസ്ത വിഭാഗങ്ങൾ ഇവിടെയുണ്ട്, അവർക്കാർക്കും പ്രശ്നമില്ല. നിങ്ങൾക്ക് മാത്രം എന്താണ് പ്രശ്നം? പ്രിയപ്പെട്ടവരെ, നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണ്, ഒരു മതേതരത്തെ ഉദ്ഘോഷിക്കുന്ന രാജ്യമാണ്. നാനാത്വത്തിൽ ഏകത്വം എന്ന മുദ്രാവാക്യത്തെ ഉയർത്തിപ്പിടിക്കണമെന്ന് സമൂഹമധ്യേ എല്ലാവരും ഒറ്റക്കെട്ടായി പറയുന്ന ഒരു മാതൃകാപരമായ രാജ്യമാണ്, അല്ലേ? ഈ രാജ്യത്തെ സംവിധാനങ്ങളെ കുറിച്ചും ജനാധിപത്യത്തെ കുറിച്ചും ഞാൻ സംസാരിക്കേണ്ടതില്ല. അങ്ങനെയുള്ള ഒരു രാജ്യത്തിന്റെ ഒരു കൊച്ചു സ്റ്റേറ്റാണ് കേരളം. സാക്ഷരത കൊണ്ട് നിറഞ്ഞ നാട് എന്ന് അവകാശപ്പെടുന്ന നമ്മുടെ കേരളം എന്ന് പറയുന്ന വളരെ മനോഹരമായ ഒരു നാട്. ആ നാട്ടിലാണ് ഞാനും നിങ്ങളുമൊക്കെ ജീവിക്കുന്നത്. അവിടെയാണ് ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ വ്യത്യസ്തമായ രാഷ്ട്രീയ കക്ഷികളുണ്ട്, വലതും ഇടതുമൊക്കെയായി നിൽക്കുന്ന, മാറി മാറി ഈ കേരളത്തിന്റെ ഭരണം അത് ഏറ്റെടുത്തുകൊണ്ടിരിക്കുന്ന മാറി മാറി വരുന്ന രാഷ്ട്രീയ കക്ഷികൾ, അതിനപ്പുറം നിൽക്കുന്ന മതപ്രസ്ഥാനങ്ങൾ. ഇവിടെ എല്ലാ മനുഷ്യരും മനുഷ്യത്വത്തോടുകൂടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്ന് എല്ലാവരുടെയും സംസാരങ്ങളിൽ മുടച്ചു നിൽക്കുന്ന ഒരു നാട്. ഇവിടെ ചർച്ചാ വിഷയമാകാനുള്ള കാരണം എന്ത് എന്നതിനെ കുറിച്ച് നേരത്തെ സംസാരിച്ചവർ പറഞ്ഞു. ഏതെങ്കിലും ഒരു അമ്പലത്തിലെയോ ഒരു പള്ളിയിലെയോ ഒരു ക്രിസ്ത്യൻ ചർച്ചിലെയോ അതല്ലെങ്കിൽ നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസാചാരങ്ങൾ നടക്കുന്ന ഏതെങ്കിലും ഒരു മതകേന്ദ്രത്തിലോ നടക്കുന്ന വിഷയത്തെക്കുറിച്ചല്ല ഇവിടെ ചർച്ചയുണ്ടായത്. മറിച്ച് ഹൈന്ദവന്റെയും ക്രൈസ്തവന്റെയും മുസൽമാന്റെയും മതമുള്ളവന്റെയും ഇല്ലാത്തവന്റെയും മക്കൾ പഠനം ആവശ്യപ്പെട്ടുകൊണ്ട് ഉദ്ദേശിച്ചുകൊണ്ട് വൈജ്ഞാനികമായ രംഗങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് കടന്നു പോകുന്ന പൊതുവിദ്യാലയത്തെ തൊട്ടാണ് ചർച്ചയുണ്ടായത്, അല്ലേ? ഒരു പൊതുവിദ്യാലയത്തെ തൊട്ടാണ് ചർച്ചയുണ്ടാകുന്നത്. അവിടെ എല്ലാവരും വന്ന് പഠിക്കുന്ന കേന്ദ്രമാണ്. ആ കേന്ദ്രത്തിൽ ഒരാളുടെ മേലും ഏതെങ്കിലും അവിടെ വിശ്വാസത്തിനെതിരായി നിൽക്കുന്ന ഒരു കാര്യം അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്നതാണ് ചർച്ചയുടെ ഏറ്റവും കേന്ദ്രമായ ഭാഗം, അല്ലേ പ്രിയപ്പെട്ടവരെ? അതല്ലാതെ ഈ സൂംബ എന്ന് പറയുന്ന കേന്ദ്രം, പ്രിയപ്പെട്ടവരെ, ഈ ചർച്ച വരുന്നതിന് മുമ്പ് കേരളത്തിലില്ലേ? ഇന്ത്യയിൽ പല ഭാഗങ്ങളിലുമില്ലേ? ആരെങ്കിലും അതിനെക്കുറിച്ച് സംസാരിക്കൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഒരു വലിയ വിഷയമാക്കിയിട്ടുണ്ടോ? എത്രയോ കേന്ദ്രങ്ങൾ കേരളക്കരയിലും ഇന്ത്യ രാജ്യത്തും രാജ്യത്തിന് പുറത്തുമൊക്കെ ധാരാളം കേന്ദ്രങ്ങളുണ്ട്. പക്ഷെ അതൊന്നും ഒരു ചർച്ചക്ക് കൊണ്ടുവരാത്തത് എന്താ? അത് സാധാരണ ചർച്ചയിൽ അതിനോട് യോജിക്കാത്ത ആളുകൾ അത് ശരിയല്ലെന്ന് പറയാറുണ്ട്. അതങ്ങനെ അവസാനിച്ചു പോകും. ഇത്ര ചൂടുപിടിച്ച ചർച്ചയിലേക്ക് വരാനുള്ള കാരണം അത് പൊതുവിദ്യാലയത്തിന്റെ മുറ്റത്തേക്കും ക്ലാസ് റൂമിലേക്കും അതിന്റെ നടപടിക്രമങ്ങളിലേക്കും ഷെഡ്യൂളിലേക്കും മൊഡ്യൂളിലേക്കും വന്നപ്പോഴാണ് എന്നത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇതിന്റെ ഇസ്ലാമികമായ മാനത്തെക്കുറിച്ച് നിങ്ങൾ ഏതാനും മിനിറ്റുകൾ കേൾക്കേണ്ടത്. ഇസ്ലാം എന്ന് പറയുന്ന മതം മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നതും അത് ഉറച്ചു വിശ്വസിക്കുന്നതും അത് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിൽ നിന്നുള്ള മതമാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ വെളുത്തവരും കറുത്തവരും ഹൈറ്റുള്ളവരും കുറഞ്ഞവരും പണമുള്ളവരും ഇല്ലാത്തവരും നന്നായി പഠനം നടത്തിയവരും പഠനം നടത്താത്തവരും ഒക്കെയുള്ള ലോകത്തിന്റെ മനുഷ്യഘടന അങ്ങനെയാണ്. ആ മനുഷ്യരുടെ കൂട്ടത്തിൽ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് പറഞ്ഞത്, നിങ്ങളെ ജാതിയും വർഗവും വർണ്ണവും ഒക്കെയാക്കി തിരിച്ചിട്ടുള്ളത് നിങ്ങൾ പരസ്പരം ചേരി തിരിഞ്ഞ് തല്ലാനോ വെല്ലുവിളികൾ നടത്താനോ കോലാഹലങ്ങൾ ഉണ്ടാക്കാനോ അല്ല. മതം പഠിപ്പിക്കുന്നത് ലിതഅറഫു, നിങ്ങളെ പരസ്പരം തിരിച്ചറിയുന്നതിന് വേണ്ടി മാത്രമാണ്. ഈ സദസ്സിലേക്ക് വണ്ടൂരിന്റെ ഈ ഹൃദയഭാഗത്ത് നടക്കുന്ന ഈ ചർച്ചാ വിഷയത്തിന്റെ ഈ ഭാഗത്തേക്ക് നമ്മുടെ രാജ്യക്കാരനല്ലാത്ത ഒരാൾ വന്നാൽ, സമയം അതിന് കൂടുതൽ കളയേണ്ടതില്ല, ഒരു ചൈനക്കാരൻ വന്നാൽ, ഒരു ഫിലിപ്പീനി കടന്നു വന്നാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂറോപ്യൻ കടന്നു വന്നാൽ ചോദിക്കാതെ തന്നെ ആളുകൾ പറയും അത് ഇന്ന നാട്ടുകാരനാണ് എന്ന്. ഖുർആൻ ലോകത്തോട് പറയാണ്, മനുഷ്യരെ പഠിപ്പിക്കുകയാണ്,
നിങ്ങളെ ഗോത്രങ്ങളും വർഗങ്ങളും വർണ്ണങ്ങളും ഒക്കെ ആക്കി തിരിച്ചത് ലിതഅറഫു, നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബിന്റെ അടുക്കൽ ഏറ്റവും വലിയ മഹനീയമായ VIP സ്ഥാനം ലോകരക്ഷിതാവ് കൊടുക്കുന്നത് നിങ്ങളുടെ കൂട്ടത്തിലെ തഖ്വയുള്ളവർക്കാണ്, സൂക്ഷ്മതയുള്ളവർക്കാണ്, ഭക്തിയുള്ളവർക്കാണ്. അള്ളാഹുവിന്റെ പ്രപഞ്ചനാഥനായ റബ്ബിന്റെ നിർദ്ദേശങ്ങളെ പാലിച്ച് ജീവിച്ച് കടന്നുപോയവനാണ് അവൻ. ചിലപ്പോൾ റിക്ഷാ ഡ്രൈവറാവാം, കൂലിപ്പണിക്കാരനാവാം, ടാക്സി ഡ്രൈവറാവാം, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓഫീസിലെ സെർവന്റ് ആകാം. അവൻ ഏറ്റവും ഉയർന്ന പദവി അലങ്കരിക്കുന്നവനാകാം. അവന്റെ തഖ്വയും സൂക്ഷ്മതയും ഭക്തിയും പരിഗണിച്ചുകൊണ്ടാണ് നാളെ പരലോകത്ത് അവന്റെ സ്ഥാനം നിർണയിക്കപ്പെടുന്നത് എന്ന് പഠിപ്പിക്കുന്ന വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. പ്രിയപ്പെട്ടവരെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏത് നിഷിദ്ധമാണ് ഏത് ഹലാലാണ് എന്ന് അവന് സ്വയം തീരുമാനിക്കാൻ പറ്റുകയില്ല. ഇല്ല, അത് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് കാലങ്ങളിലൂടെ കടന്നുപോയപ്പോ പ്രവാചകന്മാർ വഴി ലോകത്തിന്റെ മുമ്പിലേക്ക് കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലൂടെ കടന്നു വന്നവരാണ് ലോകത്ത് കഴിഞ്ഞുപോയ പ്രവാചകന്മാർ. അവസാനത്തെ പ്രവാചകനായി വന്നു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ 600 കൊല്ലം മുമ്പ് കടന്നു വന്ന ഈസാ അലൈഹിസ്സലാത്തു വസ്സലാം, യേശു ക്രിസ്തു അല്ലേ, അതിനു മുമ്പ് കടന്നു വന്ന പ്രവാചകന്മാർ. ആദ്യത്തെ മനുഷ്യനും ആദ്യത്തെ നബിയുമായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഞാൻ പറയുന്നത്, എന്തു ചെയ്യാൻ പാടില്ല ഒരു മതവിശ്വാസത്തിന്റെ ഭാഗമായി അവന്റെ വിശ്വാസത്തിലേക്ക് എന്ത് വന്നുകൂടാ, എന്തു വരണം നമുക്ക് തീരുമാനിക്കാൻ പാടില്ല. അത് കോൺഗ്രസിന്റെ ഓഫീസിലിരുന്ന്, ലീഗിന്റെ ഓഫീസിലിരുന്ന്, CPIന്റെ ഓഫീസിലിരുന്ന്, CPMന്റെ ഓഫീസിലിരുന്ന്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഓഫീസിലിരുന്ന്, ഏതെങ്കിലും ചാനലിന്റെ അവതാരകന്മാർ അതിന്റെ ഓഫീസിലിരുന്ന് എഴുതി കൊടുക്കുന്ന കുറിപ്പ് അല്ല ഇസ്ലാം എന്ന് പറയുന്ന മതവിശ്വാസികൾ അംഗീകരിക്കേണ്ടത്. അതല്ലെങ്കിൽ മതവിശ്വാസികൾ അംഗീകരിക്കേണ്ടത്. മറിച്ച് അവിടെ അവന് കൃത്യമായ നിർദ്ദേശമുണ്ട്. തെറ്റുകളില്ല എന്ന് 100% ഉറപ്പുള്ള ആർക്കും പരിശോധിക്കാമല്ലോ. ഒരു സൂംബയുടെ കാര്യം പറയുമ്പോൾ ഇതെന്തിനാ പറയുന്നത്? തെറ്റില്ല എന്ന് 100% ഉറപ്പിച്ചു പറയാൻ ഒരു മുസ്ലിമിന് സ്ഥൈര്യമായി ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന ഒരു വേദഗ്രന്ഥം അവന്റെ കയ്യിലുണ്ട്. അത് മുസ്ലിം എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് മാത്രമുള്ളതല്ല. ആ വേദഗ്രന്ഥത്തിൽ തന്നെ പറഞ്ഞത് ഹുദൽ ലിന്നാസ്, ഇത് മനുഷ്യർക്കുള്ള സന്മാർഗമാണ് എന്നാണ്. അതിൽ അശാസ്ത്രീയമായ പദപ്രയോഗമില്ല. ഇല്ല പ്രിയപ്പെട്ടവരെ, പ്രകൃതി വിരുദ്ധമായ പ്രയോഗങ്ങളില്ല, മനുഷ്യത്വ വിരുദ്ധമായ പ്രയോഗങ്ങളില്ല. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യവും ലോകത്തിനെതിരായി, ഈ പ്രകൃതിക്കെതിരായി, മനുഷ്യത്വത്തിനെതിരായി കടന്നു വന്നിട്ടില്ല. അതിൽ പറഞ്ഞ പ്രവചനങ്ങൾ ഒരിക്കലും പ്രിയപ്പെട്ടവരെ അത് മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റാത്തതോ നടക്കാൻ പറ്റാത്തതോ ആയി ഒന്നുമില്ല. ഞാൻ പറഞ്ഞത്, ആ പരിശുദ്ധ ഖുർആനിൽ ഇതെല്ലാം ശരിയാണെങ്കിൽ 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിരക്ഷരരായ ഒരു സമൂഹത്തിന്റെ മുമ്പിൽ സൂര്യനെ കുറിച്ച്, ഭൂമിയെ കുറിച്ച്, പർവ്വതത്തെ കുറിച്ച്, തേനീച്ചയെ കുറിച്ച്, ഈച്ചയെ കുറിച്ച്, ഉറുമ്പിനെ കുറിച്ച്, അങ്ങനെ അത്ഭുതകരങ്ങളായ ഒരു പ്രയോഗങ്ങളിലൂടെ അതിന്റെയൊക്കെ ശാസ്ത്രീയമായ വശങ്ങളെ പിന്നീട് കണ്ടെത്തുന്ന വിധത്തിൽ അന്നത്തെ അറബിയൻ സമൂഹത്തിന്റെ മുമ്പിൽ പറഞ്ഞു കൊടുത്തത് സത്യസന്ധമായി പുലരുന്നത് പിന്നീട് കണ്ടിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ആ ഖുർആൻ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു. അവിടെ മുജാഹിദും സുന്നിയും ഈക്കയും എപിയും സമസ്താനയും തബ്ലീഗും ജമാഅത്തും ഒക്കെയാകുന്ന മുസ്ലിങ്ങൾക്കിടയിൽ ഖുർആനിൽ അഭിപ്രായ വ്യത്യാസമില്ല. ആ ഖുർആൻ എന്ന് പറയുന്ന അള്ളാഹുവിന്റെ കലാമാകുന്ന സംസാരമാകുന്ന വേദഗ്രന്ഥമാണ് മുസ്ലിമിന്റെ മുന്നിൽ നിൽക്കുന്ന പ്രമാണം. ആ ഖുർആൻ മനുഷ്യലോകത്തിന് വിവരിച്ചു കൊടുക്കാൻ വേണ്ടി കടന്നു വന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന പ്രവാചകന്റെ തിരുനാവിലൂടെ മതത്തിന്റെ ആചാരങ്ങളായി, അനുഷ്ഠാനങ്ങളായി, വിശ്വാസങ്ങളായി എന്തൊക്കെ പഠിപ്പിച്ചോ ഈ ഖുർആനിന്റെ വചനങ്ങൾ വെച്ചുകൊണ്ട് അതാണ് സുന്നത്ത് എന്ന് പറയുന്നത്. അതാണ് ഇസ്ലാമിന്റെ പ്രമാണമായി ഖുർആനും സുന്നത്തും എന്ന് പരിചയപ്പെടുത്തുന്നത്. ഞാൻ ഇതിങ്ങനെ പറയാനുള്ള കാരണം, അവിടെ നിന്നുകൊണ്ടാണ് ഒരു മുസ്ലിമിന്റെ വിശ്വാസ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് എനിക്ക് ഇതാ ഈ പ്രസംഗത്തിൽ കടന്നു വന്ന എന്റെ ഏതാനും മിനിറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് അത് ശരിയല്ല എന്ന് പറയാൻ, പരിശുദ്ധ ഖുർആനിന്റെയോ തിരുസുന്നത്തിന്റെയോ ഇസ്ലാമികമായ പ്രമാണത്തിന്റെയോ അടിസ്ഥാനത്തിലല്ലാതെ എനിക്കത് ശരിയല്ലെന്ന് പറയാൻ അധികാരമില്ല. ഒരു പ്രസ്ഥാനത്തിന് മീറ്റിംഗ് കൂടി അത് ശരിയല്ലെന്ന് പറയാനുള്ള അധികാരമില്ല. അത് കൃത്യമായി പാരമ്പര്യമായി അള്ളാഹുവിന്റെ കലാമ് കൈമാറി കടന്നു വരുന്നു. ഞാൻ ഈ വിഷയത്തിന്റെ തുടക്കത്തിൽ ഇത് പറയാനുള്ള കാരണം, എന്താ നിങ്ങൾക്ക് മാത്രം ഒരു പ്രശ്നം എന്ന് ചോദിക്കുമ്പോ
അത് മതം അനുവദിക്കുന്നില്ല എന്നതാണ് അതിന്റെ ഏറ്റവും തെളിഞ്ഞു നിൽക്കുന്ന ഉത്തരം. അത് മതം അനുവദിക്കുന്നില്ല. എന്നാൽ മതം അനുവദിക്കുന്നില്ല എന്ന് പറയുമ്പോൾ മറ്റേതെങ്കിലും പ്രത്യയശാസ്ത്രങ്ങളിൽ വിശ്വസിക്കുന്നവർക്ക് വല്ല ബുദ്ധിമുട്ടും അത് ഉണ്ടാക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഇത് പൊതുവിദ്യാലയമാണ് എന്ന നിലക്ക്, അത് എല്ലാവരും വരുന്ന ഇടമാണ് എന്ന നിലക്ക്, ഒരു കൂട്ടം മതവിശ്വാസികൾക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ് എന്ന നിലക്ക് അതിനെക്കുറിച്ച് ചർച്ചയാവണം. അതിനെക്കുറിച്ച് വീണ്ടും പുനരാലോചനകൾ നടക്കണം. അതിനെക്കുറിച്ച് ചില പഠനങ്ങൾ, ശാസ്ത്രീയമായ പഠന റിപ്പോർട്ടുകൾ കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ എന്താണ് പ്രിയപ്പെട്ടവരെ അതിൽ ഇത്ര വലിയ തെറ്റ്? എന്താണ് അതിൽ ഇത്ര വലിയ പ്രശ്നമുണ്ടാകാനുള്ള കാരണം? അതിന്റെ അജണ്ടകളൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇവിടെ ഒന്ന് ലഹരിയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളാണ്. പരിശുദ്ധ ഖുർആനിന്റെ വിശദീകരണം പഠിപ്പിച്ചു തന്ന പ്രവാചകൻ മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രയോഗിച്ച പ്രയോഗങ്ങൾ അത്ഭുതകരമായി, പ്രിയപ്പെട്ടവരെ, എന്നെ കേൾക്കുന്നവരെ, അത്ഭുതകരമായി ആ വാക്ക് ഇന്നും ഇങ്ങനെ ആളുകളുടെ കാതിൽ ഇങ്ങനെ പ്രിയപ്പെട്ടവരെ മുടങ്ങി കേൾക്കുന്നത് പോലെ, എന്നിട്ട് രാത്രി കിടക്കുന്നതിന് മുമ്പ് അറിയാതെ തന്നെ ഓർമ്മയിൽ നിന്ന് എടുത്തുകൊണ്ട് ഇങ്ങനെ തികട്ടി വരുന്നത് പോലെ. എന്താ ലഹരിയെ കുറിച്ച് പറഞ്ഞത്? അതിന്റെ അളവ് ചെറുതാവാം, അതിന്റെ അളവ് കൂടുതലാവാം. അത് നിങ്ങൾക്ക് നിഷിദ്ധമാണ്. അത് മത്തുപിടിക്കുകയില്ല, അത് നിന്നെ ആട്ടിക്കളയുകയില്ല, അത് നിന്റെ ശാരീരികമായ ബലങ്ങളെ നഷ്ടപ്പെടുത്തി നീ ഏതൊക്കെയോ ഒരു അവസ്ഥയിൽ ആടി ഉലഞ്ഞ് നടക്കുന്ന ഒരവസ്ഥയിൽ എത്തുമ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ എത്താൻ സാധ്യതയുള്ളത് നീ കുടിക്കാതിരിക്കണമെന്നതല്ല. അതിന്റെ അളവ് ചെറുതാകാം, വലുതാകാം, നിനക്കത് നിഷിദ്ധമാണ് എന്ന് അത് ഉണ്ടാക്കുന്നവനെ, കൊടുക്കുന്നവനെ, വാറ്റുന്നവനെ, വിൽക്കുന്നവനെ, സഹായിക്കുന്നവനെ, വഹിക്കുന്നവനെ, വാഹനം കൊടുക്കുന്നവനെ, സ്ഥലം കൊടുക്കുന്നവനെ, സൗകര്യം കൊടുക്കുന്നവനെ ലഅനല്ലാഹ്, അള്ളാഹു ശപിച്ചു എന്ന് പഠിപ്പിച്ചു തന്നു. മാത്രമല്ല, ഈ മദ്യം, ലഹരി, മയക്കുമരുന്ന്, ഇതുപോലെയുള്ള ഏതൊക്കെ ലഹരിയുണ്ടോ, ഉമ്മുൽ ഖബായിസ്, സർവ മ്ലേച്ഛതയുടെയും സർവ വൃത്തികേടുകളുടെയും മാതാവാണ്. അല്ലേ? ഇവിടെ നേരത്തെ ഷെരീഫ്കാരെ പറഞ്ഞില്ലേ, എന്തേ DJ പാർട്ടി നടക്കുന്ന സ്ഥലത്ത് എക്സൈസ് വിഭാഗത്തെ അറിയിക്കണമെന്ന് പറയുന്നതിന്റെ കാരണം എന്താ? ഗാനമേള നടക്കുന്ന സ്ഥലത്ത് പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ചാൽ പോരെ? അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടവരെ അറിയിച്ചാൽ പോരെ? അവിടെ ധാരാളം ലഹരി വിൽക്കാനും കൊടുക്കാനും ഉപയോഗിക്കുവാനുമുള്ള സാധ്യതകളുണ്ട്. പ്രവാചകൻ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറയുകയാണ്, സർവ വൃത്തികേടുകളുടെയും മാതാവാണ് ലഹരി. ഇല്ലേ പ്രിയപ്പെട്ടവരെ? എത്രയെത്ര കേസുകളിലാണ് ഇന്നത്തെ സ്കൂൾ തലങ്ങളിൽ, കോളേജ് തലങ്ങളിൽ, ഹയർ സെക്കൻഡറി തലങ്ങളിലൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ, പ്രയാസങ്ങൾ ഉണ്ടായപ്പോ കുട്ടികൾ തന്റെ സഹപാഠികളെ, ഒരേ ബെഞ്ചിലിരിക്കുന്ന തന്റെ സഹോദരനെ, തന്റെ കൂട്ടുകാരനെ മൂക്കിടിച്ച് തകർക്കുമ്പോ, അവന്റെ പല്ല് തെറിച്ച് താഴെ വീഴുമ്പോ മരണത്തിന് വരെ കാരണമായി മാറുന്ന അക്രമങ്ങൾ നടക്കുമ്പോ അതിനെക്കുറിച്ച് പഠിച്ചവർ പറഞ്ഞതെന്താ? കുട്ടികൾ പലരും ലഹരിയിലായിരുന്നു എന്ന് പഠന റിപ്പോർട്ടുകൾ വന്നിട്ടില്ലേ? ഇല്ലേ? രണ്ടാമത് പ്രവാചകൻ പറഞ്ഞു, അത് മിഫ്താഹുശ്ശർ, അത് തിന്മകളുടെ താക്കോലാണ്. ബലാത്സംഗങ്ങളിലേക്കും വ്യഭിചാരങ്ങളിലേക്കും തോന്നിവാസങ്ങളിലേക്കും വൃത്തികേടുകളിലേക്കും അശ്ലീലതയിലേക്കും മനുഷ്യനെ കൊണ്ടുപോകുന്ന വൃത്തികേടുകളുടെ തോന്നിവാസങ്ങളുടെ താക്കോലാണ് ഈ ലഹരി എന്ന് പറയുന്നത്. അതുകൊണ്ട് മുസൽമാനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളത് തൊട്ടുപോകരുത്. അളവ് ചെറുതാകാം, അളവ് കൂടുതലാകാം, പേരുകൾ മാറി മാറി വരാം. ഞാൻ വിശദമായി പറയുന്നില്ല. ഏത് പേരിട്ട് വിളിച്ചാലും ലഹരിയെ നിങ്ങൾ സമീപിച്ചു പോകരുത്. അത് നിങ്ങൾക്കിടയിൽ ശത്രുതയുണ്ടാക്കാൻ, മനുഷ്യർക്കിടയിൽ ശത്രുതയുണ്ടാക്കാൻ, പ്രിയപ്പെട്ടവരെ, നിന്നെ സൃഷ്ടിച്ച സ്രഷ്ടാവിൽ നിന്നും നാളെ വരാനിരിക്കുന്ന സ്വർഗമെന്ന് പറയുന്ന മനുഷ്യരെ നാം ആഗ്രഹിച്ചു പോകുന്ന പരലോകത്തിലെ മോക്ഷത്തിന്റെ കേന്ദ്രമുണ്ടല്ലോ, അതിൽ നിന്ന് നിങ്ങൾ അകറ്റുവാനും വേണ്ടിയല്ലാതെ ഈ ലഹരി നിങ്ങൾക്കൊരിക്കലും ഉപകാരപ്പെടുകയില്ല എന്ന് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും 1400 വർഷങ്ങൾക്ക് മുമ്പ് മനുഷ്യലോകത്തെ പഠിപ്പിച്ചു തന്നു. ഇപ്പൊ നാട്ടിൽ നടക്കുന്ന പല തിന്മകളും അതിലേക്ക് എത്തുന്നതാണ്. ഷഹബാസ് എന്ന് പറയുന്ന മോൻ, പ്രിയപ്പെട്ടവരെ, റമദാനിന്റെ 1-ാമത്തെ ദിവസം വീട്ടിൽ ചെന്ന് മലർന്നു വീണ്, അല്ലെങ്കിൽ കമയുന്ന ബെഡിലേക്ക് വീണ്, അതുമായി ബന്ധപ്പെട്ട ഹോസ്പിറ്റലുകളും ചികിത്സകളും ഒക്കെ നടക്കാനുള്ള ശ്രമം നടക്കുന്ന ആ സമയത്ത് ആ കുട്ടി റമദാനിന്റെ 1-ാമത്തെ ദിവസം ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോയപ്പോ നിങ്ങൾ ഓർക്കുന്നില്ലേ വാർത്ത? ആ ഷഹബാസിന്റെ വീട്ടിലേക്ക് റമദാനിന്റെ അവസാനത്തെ 10 യാത്ര പോകുമ്പോ, ആ വീടിന്റെ പരിസരത്തൂടെ കടന്നു പോകുമ്പോ ഞാനൊന്ന് കയറി.
എന്നിട്ട് ഷഹബാസിന്റെ ഉപ്പ അന്ന് എന്നെ, എന്റെ കൂട്ടുകാരെ, ഞങ്ങൾ ഒപ്പമുള്ളവരെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞ വാക്കെന്താണെന്നറിയോ? പ്രതികളാണെന്ന് പറയപ്പെടുന്ന കുട്ടികളുടെ കൂട്ടത്തിലെ ഒരു കുട്ടിയുടെ പിതാവ് ഷഹബാസിന്റെ ഉപ്പയോട് പറഞ്ഞത്രേ, നിന്റെ മോനാണെന്ന് എനിക്കറിയില്ലായിരുന്നു, ഞാനത് കണ്ടിരുന്നു എന്ന അർത്ഥത്തിലാണ് ഷഹബാസിന്റെ ഉപ്പ എന്നോട് സംസാരിച്ചത്. ഞാനത് അറിഞ്ഞിരുന്നു, പക്ഷെ നിന്റെ കുട്ടിയാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അല്ലേ, എത്ര ചെറിയ മക്കളാണത്! ആ തെല്ലിന്റെയും പ്രശ്നത്തിന്റെയും ഒക്കെ ആ ഏറ്റവും ഉള്ളറകളെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ. കുട്ടികൾ പലരും നോർമലായ അവസ്ഥയിലല്ല. 8ലും 9ലും 10ലുമൊക്കെ ഇന്നത്തെ MDMA ഉപയോഗിക്കുന്ന കുട്ടികൾ വർദ്ധിച്ചു വരുന്നു. ലഹരി ഉപയോഗിക്കുന്നവർ വർദ്ധിച്ചു വരുന്നു. എനിക്ക് എന്റെ ഇഷ്ടപ്രകാരം ജീവിക്കാം, തടയാനും അതിനെ പാടില്ലെന്ന് പറയാനും അതിനെ സദാചാര മര്യാദ പഠിപ്പിക്കാനും നിങ്ങൾക്കാരും അധികാരം തന്നിട്ടില്ല. ഇവിടെ തോന്നിവാസം താന്തോന്നിത്തം എന്ന് പറഞ്ഞില്ലേ? ഒരു ബസ് വെയിറ്റിംഗ് ഷെഡിൽ പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുമിച്ചിരുന്ന് തന്റെ ആൺകുട്ടികളുടെ കൈ പെൺകുട്ടികളുടെ ടീഷർട്ടിനുള്ളിലേക്ക് ഇങ്ങനെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് കണ്ട വൃദ്ധനായ ഒരു മനുഷ്യൻ അവർ ഉപദേശിച്ചപ്പോ, ഇത് ചെയ്യരുത്, ഇവിടെ കുട്ടികളും സ്ത്രീകളും പലരും കടന്നു പോകുന്ന വഴിയാണ്, നിങ്ങൾ എന്താ ഇങ്ങനെ എന്ന് ചോദിച്ചപ്പോ പെൺകുട്ടികൾ ആൺകുട്ടികളുടെ മടിയിൽ കയറിയിരുന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കും, നിങ്ങളാരാ ഞങ്ങളോട് പറയാനെന്ന് ചോദിക്കുന്ന താന്തോന്നിത്തത്തിലേക്ക്, തോന്നിവാസത്തിലേക്ക്, വൃത്തികേടിലേക്ക് പുതിയ തലമുറയെ കൊണ്ടുപോകുന്നതിൽ പ്രിയപ്പെട്ടവരെ ഏറൊക്കെയോ പല റോളുകളും ഇരുട്ടിന്റെ മറവിൽ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ക്യാമ്പസിന്റെ മുന്നിലേക്ക് കടന്നു പോകുമ്പോ തൂക്കിയിട്ട ബാനറിൽ ഒരു പെൺകുട്ടിയുടെ കാർട്ടൂൺ, ഒരു ആൺകുട്ടിയുടെ കാർട്ടൂൺ എന്ന നിലക്കുള്ള ഒരു ഫോട്ടോ പതിച്ചിട്ട് ഇടയിൽ ഒരു കറുത്ത മതിൽ കൊടുത്തിട്ട് അവർ ചോദിക്കുന്നു, നമുക്കിടയിൽ മറ സൃഷ്ടിക്കുന്നതാരാ? അതിനെ നമുക്ക് വലിച്ചെറിയണം. മതമാണോ? ആ മതത്തെ വലിച്ചെറിയണം. പ്രിയപ്പെട്ടവരെ, എന്നിട്ടോ ലജ്ജയില്ലാത്ത, നാണമില്ലാത്ത ഏത് വൃത്തികെട്ട വസ്ത്രവും അല്ലേ, ഏത് രൂപവും സ്വീകരിക്കാൻ, അതുകൊണ്ട് ഇസ്ലാം ഇതൊക്കെ മുൻകൂട്ടി കണ്ടുകൊണ്ട്, ഇസ്ലാമിന്റെ മാനം പറയുമ്പോ ഇസ്ലാം ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയോ? അൽ ഹയാ, ലജ്ജ എന്നത് മിനൽ ഈമാൻ, അത് ഈമാനിൽപ്പെട്ടതാണ്. ശുഅബത്തും മിനൽ ഈമാൻ, ഈമാനിന്റെ ഭാഗമാണ്. പോരാ, ഈ ലജ്ജ എന്നത് ഖൈറല്ലാതെ നിങ്ങൾക്കൊന്നും കൊണ്ടുവന്നു തരികയില്ല എന്ന് വരെ. അങ്ങനെ ലജ്ജ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുമ്പോ നിങ്ങൾക്ക് ഖൈറല്ലാതെ മറ്റൊന്നും കൊണ്ടുവരികയില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി പഠിപ്പിക്കുകയാണ്. അപ്പൊ ഞാനിത് കോർവയില്ലാതെ പറഞ്ഞു പോകുന്നത്, ഈ നാണം നഷ്ടപ്പെടുത്തുന്ന, ലജ്ജ നഷ്ടപ്പെടുത്തുന്ന വേഷവിധാനങ്ങളുമായി കുട്ടികളും മുതിർന്നവരും ഒക്കെ കടന്നു വരുമ്പോ നമ്മൾ ഇങ്ങനെ മിണ്ടാതിരിക്കണം. എന്റെ മോളല്ല, എന്റെ ഭാര്യയല്ല, എന്റെ സിസ്റ്റർ അല്ല, എന്റെ കുടുംബത്തിൽപ്പെട്ട ആളല്ല, എന്റെ ഫാമിലിയിൽപ്പെട്ട ആളല്ല, ഞാനെന്തിന് അവരോട് ഉപദേശിക്കണം, ഞാനെന്തിന് അവരോട് പറയണം? ഈ ഒരു അർത്ഥത്തിലുള്ള ചിന്തയാണ് പുതിയ തലമുറയെ. ഇത് സൂംബയുടെ വിഷയത്തിലും എങ്ങനെയാണ്? ആരെങ്കിലും കളിച്ചോട്ടെ, നിങ്ങൾ എന്തിനാ അതിനെക്കുറിച്ച് പറയുന്നത്? പ്രിയപ്പെട്ടവരെ, ഒരു അപകടം വരുമ്പോ ആ അപകടത്തെ നമുക്ക് മനസ്സിലാകുമെങ്കിൽ അത് അപകടമാണ് എന്ന് പറയാതിരിക്കുന്നത്. കപ്പലിന്റെ ഉദാഹരണം വെച്ചുകൊണ്ടൊക്കെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. കപ്പലിന്റെ അടിയിൽ ഓട്ടയുണ്ടാക്കുമ്പോൾ മേൽത്തട്ടിലുള്ളവർ അത് കണ്ടിട്ട് അത് എന്നെ ബാധിക്കുന്നില്ല, അടിത്തട്ടിലല്ലേ എന്ന് വിചാരിച്ചു മൗനം പാലിച്ചവർ അവസാനം ഒന്നിച്ചു മുങ്ങുന്നൊരവസ്ഥയിലേക്ക് ഈ സമൂഹം ഒന്നിച്ച് നാശത്തിലേക്ക് പോകുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ ഉദാഹരണം പഠിപ്പിച്ചിട്ട് പറഞ്ഞു. എന്നെയും നിങ്ങളെയും ഉപദേശിച്ചു തന്നു. എന്താ ഉപദേശിച്ചതെന്നറിയുമോ? നിങ്ങൾ ഒരു തിന്മ കണ്ടാൽ, വണ്ടൂരിന്റെ പരിസരത്ത്, മലപ്പുറം ജില്ലയുടെ പരിസരത്ത്, കേരളം എന്ന് പറയുന്ന സാംസ്കാരിക കേന്ദ്രം എന്ന് പറയുന്ന സാക്ഷരത നിറഞ്ഞു നിൽക്കുന്ന ഈ കൊച്ചു കേരളത്തിന്റെ മണ്ണിൽ തിന്മകൾ അരങ്ങേറുമ്പോ ഞാനും നിങ്ങളും മൗനം പാലിച്ചാൽ നമ്മുടെ നാട് നാശത്തിലേക്ക് പോകും, നമ്മുടെ സമൂഹം നാശത്തിലേക്ക് പോകും. വൃത്തികേടുകൾ ഇവിടെ അരങ്ങു തകർക്കും. നമ്മുടെ മക്കൾക്ക് പൊതു റോഡിൽ ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥ വരും. എന്നാൽ എല്ലാവരും ഉപദേശിച്ചത് കൊണ്ട് നന്നാവണമെന്നുണ്ടോ? പക്ഷേ എനിക്കൊരു ഉത്തരവാദിത്തമുണ്ട്, എനിക്ക് എന്നോട് ഉത്തരവാദിത്തമുണ്ട്, എന്റെ ഫാമിലിയോട് ഉത്തരവാദിത്തമുണ്ട്, ഈ സൊസൈറ്റിയോട് ഉത്തരവാദിത്തമുണ്ട്. അത് ഇസ്ലാം പഠിപ്പിക്കുന്ന റെസ്പോൺസിബിലിറ്റിയാണ്, സമൂഹത്തോടുള്ള ഉത്തരവാദിത്തം. അതുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ റഅ മിൻകും മുൻകറ, വെറുക്കപ്പെട്ട പാടില്ലാത്ത തോന്നിവാസങ്ങൾ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കണ്ടാൽ, അത് ചെയ്യുന്നവരെ കണ്ടാൽ, ഫലിയുഗയ്യിറുഹു ബിയദിഹി, നിങ്ങളുടെ കൈ കൊണ്ട് തടുക്കാൻ പറ്റുന്ന സംവിധാനമാണെങ്കിൽ, സാഹചര്യമാണെങ്കിൽ
എന്റെ അനുജനാണ്, എനിക്ക് തടഞ്ഞു നിർത്താം. പോവല്ല സുഹൃത്തെ, എന്റെ അനുജനെ തടഞ്ഞു നിർത്താം, എന്റെ ഭാര്യയെ തടഞ്ഞു നിർത്താം, എന്റെ മക്കളെ തടഞ്ഞു നിർത്താം, എന്റെ കുടുംബത്തിൽപ്പെട്ടവരെ തടഞ്ഞു നിർത്താം, അയൽവാസികളോട് എനിക്ക് പറയാം, നാട്ടുകാരോട് എനിക്ക് പറയാം. അല്ലേ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ സ്റ്റെപ്പ് പഠിപ്പിച്ചു തന്നു. അതിക്രമത്തിന്റെ പാത അവിടെ പഠിപ്പിച്ചിട്ടില്ല, തീവ്രതയുടെ പാത അവിടെ പഠിപ്പിച്ചിട്ടില്ല. നീ ഒരു തിന്മ കണ്ടാൽ, വെറുക്കപ്പെട്ട ഒരു കാര്യം കണ്ടാൽ, നീ നിന്റെ കൈ കൊണ്ട് തടുക്കണം. നിനക്കതിന് സാധ്യമല്ല, നിന്റെ കൈ കൊണ്ട് നിനക്ക് തടുക്കാൻ പറ്റുന്ന സാഹചര്യമല്ല, അതിന് പറ്റിയ ഒരു അവസരമല്ല, അതിന് പറ്റിയ ആളല്ല എങ്കിൽ എന്താ പറഞ്ഞത്? നിന്റെ നാവ് കൊണ്ട് നീ തടുക്കണം. നാവ് കൊണ്ട് തടുക്കുക എന്നതാണ് ഈ നടക്കുന്ന പ്രോഗ്രാം. വണ്ടൂരിന്റെ പരിസരത്തുള്ള മനുഷ്യരോട്, ഓൺലൈനിൽ കേൾക്കുന്ന ലോകത്തിലെ മനുഷ്യരോട്, വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ യൂത്തും അതിന്റെ സ്റ്റുഡൻസ് വിഭാഗവും അതിന്റെ മുതിർന്ന ഘടകവുമെല്ലാം ഒന്നിച്ചു പറയുന്നു, തിന്മകളെ കാണുമ്പോൾ പറയാനുള്ള സ്വാതന്ത്ര്യം രാജ്യത്തിന്റെ ഭരണഘടന അനുവദിച്ചു തരുന്നുണ്ട്. രാജ്യത്തിന്റെ ഭരണഘടന അനുവദിച്ചു തരുന്നുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള ഒരു നാടാണിത്. ഇത് രാജഭരണം നടക്കുന്ന ഒരു സ്ഥലമല്ല, ഇത് ജനാധിപത്യം നിലകൊള്ളുന്ന നാടാണ്. അത് തെറ്റാണ്, നിങ്ങളൊന്ന് പുനരാലോചിക്കണമെന്ന് പറയാൻ. എന്നിട്ടും ശരിയാകുന്നില്ലെങ്കിൽ, എന്റെ വിശ്വാസം അതിന് സമ്മതിക്കുന്നില്ലെങ്കിൽ ഞാൻ അതിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് പറയാൻ, എന്റെ കുടുംബം അതിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് പറയാൻ സ്വാതന്ത്ര്യമുള്ള ഒരു നാടാണ് എന്നതിൽ ആർക്കെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ പ്രിയപ്പെട്ടവരെ? അതെല്ലാം രാജ്യത്ത് അവസാനിച്ചു എന്ന് ആർക്കെങ്കിലും അഭിപ്രായമുണ്ടോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് കൈകൊണ്ട് തടുക്കാൻ പറ്റില്ലേ, നാവുകൊണ്ട് നിങ്ങൾ തടുക്കണം. അതിനും നിങ്ങൾക്ക് സാധിക്കുന്നില്ലേ, ഫബിഖൽബിഹി, നിങ്ങളുടെ ഹൃദയം കൊണ്ട്, നിങ്ങളുടെ മനസ്സുകൊണ്ട്, നിങ്ങളുടെ വിശ്വാസങ്ങളെ കൊണ്ട് അതിനെ നിങ്ങൾ വെറുക്കുകയെങ്കിലും വേണം. ഒരിക്കലും ശരിയല്ലാത്തൊരു ഏർപ്പാടാണ് ഈ നടക്കുന്നത്. ഞാൻ മാറി നിൽക്കുകയാണ്, എനിക്ക് കൈകൊണ്ട് തടുക്കാൻ കഴിയില്ല, എനിക്ക് നാവുകൊണ്ട് അവിടെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയില്ല, പറഞ്ഞാൽ തന്നെ അത് ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമല്ല മുന്നിലുള്ളത്. എങ്കിൽ ഞാനെങ്കിലും ഇതിൽ നിന്ന് മാറി നിൽക്കട്ടെ. അതാണ് ഈമാനിന്റെ ഏറ്റവും ദുർബലമായ വശമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തരികയാണ്. എന്തേ നിങ്ങൾ ഇങ്ങനെ പറയുന്നത്? ആരോടുമുള്ള വെറുപ്പല്ല, ഒരാളോടുമുള്ള വിദ്വേഷമല്ല, ഇത് തിന്മയാണ് എന്ന് ഉറപ്പുള്ളത് കൊണ്ട് ആ തിന്മക്കെതിരെ പറയുന്നു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ, പ്രിയപ്പെട്ടവരെ, ഇവിടെ ജനറൽ യൂണിഫോം വരാൻ ശ്രമിച്ചപ്പോ അതിനെതിരെ സംസാരിച്ചിട്ടില്ലേ? ഇല്ലേ? വൈജ്ഞാനിക രംഗത്ത്, വിദ്യാഭ്യാസ രംഗത്ത് വർഗീയവൽക്കരണം നടത്താൻ ശ്രമിച്ചപ്പോ സംസാരിച്ചിട്ടില്ലേ? നാട്ടിൽ നടക്കുന്ന തിന്മകൾക്കെതിരെ സംസാരിച്ചിട്ടില്ലേ? ഇതൊക്കെ നടക്കുമ്പോ പല ആളുകളും ചോദിക്കുന്ന ചോദ്യമാണ്, എന്നിട്ടെന്താ മുസ്ലിങ്ങളുടെ കല്യാണ പന്തലിൽ ഡാൻസ് ഇല്ലേ? ഉണ്ട്, ഇല്ല എന്നാരും പറയുന്നില്ല. നമ്മൾ എതിർക്കുന്നുണ്ട്, എല്ലാവരും അംഗീകരിച്ചു കൊള്ളണമെന്നില്ല. പക്ഷേ അത് അവന്റെ കല്യാണമാണ്, അവന്റെ മോളുടെ കല്യാണമാണ്, അവന്റെ മോന്റെ കല്യാണമാണ്. വേണമെങ്കിൽ നമുക്ക് മാറി നിൽക്കാം, ആരും നിർബന്ധിക്കുകയില്ല. പക്ഷേ പൊതുവിദ്യാലയം എന്ന് പറയുന്നത് ഒരു കുട്ടിയുടെ നിർബന്ധ പഠനഘട്ടമാണത്. അവൻ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ഒഴിഞ്ഞു മാറി അവൻ ജനൽ വഴി അത് നോക്കി നിൽക്കുമ്പോ മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് പുനരാലോചിക്കണം, ഇത് എല്ലാ മനുഷ്യർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നതാണോ എന്ന് പുനരാലോചിക്കണം, പഠിക്കണമെന്ന് പറയുന്നതിൽ എന്ത് തെറ്റാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ നടക്കുന്നത്? ആ കല്യാണ പന്തലുകളിലും കല്യാണ ചടങ്ങുകളിലും നടക്കുന്ന വൃത്തികേടുകൾക്കെതിരെ ശക്തമായ സംസാരം നടത്തുന്നവരാണ് നമ്മൾ. നിക്കാഹിന്റെ വേളയിൽ ഒരു 20 മിനിറ്റ്, 15 മിനിറ്റ്, 10 മിനിറ്റ് ഒരു ഖുതുബ നടക്കുമ്പോ അത് നിർബന്ധമായ ഒരു സംസാരമല്ലെങ്കിലും അതൊരു പതിവ് സമ്പ്രദായം എന്ന നിലക്ക് ഒരു നിക്കാഹിന്റെ ഖുതുബ നടക്കുമ്പോ ഞങ്ങളൊക്കെ കൊണ്ട് കഴിയുന്ന വിധത്തിൽ തൊണ്ടയിടറുമാറ് മുസ്ലിം ഉമ്മത്തിനോട് ഞങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഈ വൃത്തികേടുകൾ അവസാനിപ്പിക്കണം. ഇത് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് ഒരു ആരാധനയുടെ ഭാഗമായി പഠിപ്പിച്ചതാണ് ഈ നിക്കാഹ് കല്യാണം എന്നത്. അതിന് നിങ്ങൾ അലങ്കോലപ്പെടുത്തരുത്. ഇവിടെ വെച്ച് എല്ലാവരും പ്രാർത്ഥിക്കുന്നത് നിനക്ക് അല്ലാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്നാണ്. ബാറക്കല്ലാഹ് എന്ന് തുടങ്ങിയിട്ടാ പ്രാർത്ഥിക്കുന്നത്. അല്ലാഹു ബാറക്കല്ലാഹു ലക്കുമ, അല്ലെങ്കിൽ ബാറക്കല്ലാഹു ലക്, നിന്നെ അല്ലാഹു അനുഗ്രഹിക്കട്ടെ, നിങ്ങൾ രണ്ടുപേരെയും അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹത്തിന്റെ പ്രാർത്ഥന നടത്തുന്ന ഒരു മനോഹരമായ സദസ്സാണിത്. ഈ സദസ്സിനെ നിങ്ങൾ അലങ്കോലപ്പെടുത്തരുത്. ഈ സദസ്സിനെ നിങ്ങൾ അല്ലാഹുവിന് ഇഷ്ടപ്പെടാത്ത ഒന്നാക്കി മാറ്റരുത്. അവിടെ കടന്നു വരുന്ന സ്ത്രീധനത്തിനെതിരെ, അവിടെ കടന്നു വരുന്ന ധൂർത്തിനെതിരെ എന്നിട്ടും ആളുകൾ ചെയ്യുന്നില്ലേ? ഉണ്ട്. പറയുക എന്ന ഉത്തരവാദിത്തം നമ്മൾ നിർവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ രംഗത്തൊക്കെ നമ്മൾ ഉപദേശങ്ങൾ കൊടുക്കുന്നു, നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു. പക്ഷെ എല്ലാവരും
നാം കൊടുക്കുന്ന നിർദ്ദേശത്തിനനുസരിച്ച് വരുമെന്ന് നമുക്ക് വിശ്വാസമില്ല. പക്ഷേ കുറെ ആളുകൾ മാറും. 2, നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിച്ചു എന്ന ആശ്വാസം നമുക്ക് കിട്ടും. നാളെ പരലോകമെന്ന് പറയുന്ന വിശ്വാസമുള്ളവരോട് മരണാനന്തരം എന്ന് പറയുന്ന ഒരു ലോകമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരോട് അല്ലേ വേണമെന്നത് അതിന്റെ ഒരു വശമാണ്. അവിടേക്ക് ഞാനിപ്പോ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു വാചകം പറഞ്ഞാൽ ഇവിടെ പോക്കറ്റടിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട്, കള്ളത്തരത്തിലൂടെ ജീവിക്കുന്നവരുണ്ട്, ഇല്ലേ, ചതിയിലൂടെ വഞ്ചനയിലൂടെ ജീവിക്കുന്നവരുണ്ട്. അവൻ 60 കൊല്ലം ജീവിച്ചു മരിച്ചു, എന്നിട്ടോ അവൻ മണ്ണിലേക്ക് ചേർന്നു, ലയിച്ചു, ഇല്ലാതെയായി, അവന്റെ എല്ലുകൾ നുരുമ്പി ദ്രവിച്ചു പോയി. ഇനി അവൻ എങ്ങനെ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുമെന്ന് ചോദ്യമുന്നയിച്ച് നടക്കാൻ പറ്റാത്ത കാര്യമാണ് എന്ന് വിചാരിക്കുന്നവരോട് അല്ലേ. ഇപ്പൊ അടുത്ത കാലത്ത് വാർത്തകൾ വരുന്നില്ലേ, പെൺകുട്ടികളെയും സ്ത്രീകളെയും ഒക്കെ ബലാത്സംഗത്തിനിരയാക്കി കുടിച്ചു മൂടിയ കഥകളുടെ വായനകളും കേൾവികളും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നു, കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു മനുഷ്യൻ 10ഓളം ചെറിയ കുട്ടികളെ പീഡിപ്പിച്ചു കൊന്നുകളയുന്ന വാർത്തകൾ വരുന്നു. ഒരു സ്ഥലത്തേക്ക് ബോംബെറിഞ്ഞ് ആയിരക്കണക്കിന് മനുഷ്യരെ കൊന്നവരെ കുറിച്ച് നമ്മൾ പറയുന്നു. ആര് കൊടുക്കും അവർക്ക് ശിക്ഷ? പ്രതിയെ കിട്ടിയാൽ കോടതിയിൽ വെച്ച് തെളിവുകൾ നിരത്തി വാദിച്ച് അത് ബോധ്യപ്പെടുത്താൻ പറ്റിയാൽ, ഏറി വന്നാൽ രാജ്യത്തിന്റെ നിയമം അനുവദിക്കുന്ന ഏറ്റവും അവസാനത്തത് ഒരു പ്രാവശ്യം അവനെ തൂക്കിക്കൊല്ലുക എന്നത്. അവസാനത്തെ ഘട്ടം നടന്നാൽ തന്നെ 10 പിഞ്ചോമന പെൺകുട്ടികളുടെ ജീവൻ കളഞ്ഞതിന് തുല്യമായോ? ആയിരക്കണക്കിന് മനുഷ്യരെ ഒരൊറ്റ ബോംബെറിഞ്ഞ് കൊന്നു തീർത്തതിന് തുല്യമാകുമോ? ഈ ചോദ്യത്തിന് എന്താണ് ഉത്തരം പറയാനുള്ളത്? വൈകുന്നേരം വരെ പാറമടകളിൽ അധ്വാനിച്ച് വിയർപ്പൊടിക്ക് ചോര നീരാക്കി തന്റെ മക്കൾക്ക് വേണ്ടി അധ്വാനിച്ച മനുഷ്യൻ 800 1000 വീട്ടിലേക്ക് കൊണ്ടുപോയി ആ മക്കൾക്കരിയും സാമഗ്രികളും വാങ്ങിക്കൊടുത്ത് വളർത്തുന്നവൻ ഇല്ലേ, അത് പോക്കറ്റടിച്ച് ജീവിച്ചവൻ, ആരുടെയും പിടിയിൽപ്പെടാതെ അവനെങ്ങനെ ജീവിച്ച് സുഖിച്ച് കട്ടെടുത്ത് ചതിച്ചു വഞ്ചിച്ച് അവനും മരിച്ചു മണ്ണായി. അവനും തുല്യനാണ്, ഈ നന്മയിൽ ജീവിച്ചവനും തുല്യനാണ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ബുദ്ധി എന്താണ്? എവിടെയാണ് പ്രിയപ്പെട്ടവരെ? ഇതിന്റെ സന്ദർഭത്തിനിടയിൽ ഞാൻ ചോദിച്ചതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പരലോകമെന്ന് പറയുന്ന ഈ ജീവിതം നശ്വരമാണ്, നൈമിഷികമാണ്, തുച്ഛമാണ്, പെട്ടെന്ന് തീർന്നു പോകുന്നതാണ് എന്ന് വിശ്വസിക്കുകയും വരാനിരിക്കുന്ന പരലോകമുണ്ട് എന്ന് ഉറച്ചു വിശ്വസിക്കുകയും ചെയ്യുന്ന മനുഷ്യലോകമേ, അവിടെ ചോദ്യമുണ്ട്. ഈ തിന്മ കണ്ടിട്ട് നിങ്ങൾ പ്രതികരിച്ചിരുന്നോ? ഈ തിന്മ കണ്ടിട്ട് നിങ്ങൾ ആളുകളെ ബോധ്യപ്പെടുത്തിയിരുന്നോ, പറഞ്ഞു കൊടുത്തിരുന്നോ എന്ന ചോദ്യമുണ്ട്. ആ ഉത്തരവാദിത്തമാണ് ഞങ്ങൾ നിർവഹിക്കുന്നത്. ആരോടുമുള്ള വെറുപ്പല്ല, ഇവിടുത്തെ നിയമപാലകരോടുള്ള വെറുപ്പല്ല, ഇവിടുത്തെ ഭരണകൂടത്തോടുള്ള വെറുപ്പല്ല, ഏതെങ്കിലും മാറി മാറി വരുന്ന ഗവൺമെന്റുകളോടുള്ള വാശി തീർക്കലല്ല. ആരും മിണ്ടിയിട്ടില്ലെങ്കിലും ഇത് സത്യസന്ധമായി സമൂഹത്തിന്റെ മുമ്പിൽ പറയണമെന്നത് ഒരു മുസ്ലിമിന്റെ ഉത്തരവാദിത്തമാണ്. എന്തേ നിങ്ങൾക്ക് മാത്രം പ്രശ്നമെന്ന് ചോദിക്കുന്നതിന്റെ ഉത്തരമാണ് ഞാൻ പറയുന്നത്. തിന്മകൾക്കെതിരെ പറഞ്ഞുകൊണ്ടിരിക്കുക അതൊരു മുസ്ലിമിന്റെ ബാധ്യതയാണ്. ഇല്ലെങ്കിൽ ഇവിടേക്കൊരു പരീക്ഷണം കടന്നു വരുമ്പോ തിന്മകൾ ചെയ്യുന്നവർ മാത്രമല്ല, എല്ലാവരും ഒന്നിച്ച് പരീക്ഷണത്തിൽ അകപ്പെട്ടു പോകുമെന്നത് ഖുർആനിന്റെ വാചകമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതാണ്. മാത്രമല്ല അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറയുന്ന ഒരു ആയത്ത്, ഈ സമ്മേളനം കഴിഞ്ഞ് ഇവിടെ പ്രതിരോധം തീർക്കുന്ന ഈ പ്രത്യേകമായ ഈ സമ്മേളനം കഴിഞ്ഞ് മടങ്ങിപ്പോകുന്നവർ, ദൂരെ നിന്ന് അടുത്തു നിന്നും ഈ ശബ്ദത്തെ കേൾക്കുന്നവർ, ഈ ഖുർആനിന്റെ ഒരു ചെറിയ വാചകത്തെ നെഞ്ചിലേറ്റിക്കൊണ്ടാവണം വീട്ടിലേക്ക് തിരിച്ചു പോകേണ്ടത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയത്തോതി നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്താ പഠിപ്പിച്ചത്? ശ്രദ്ധിച്ചോളൂ. വമാ കാന റബ്ബുക ലിയുഹ്ലികൽ ഖുറാ ബിളുൽമിൻ വഅഹ്ലുഹാ മുസ്ലിഹൂൻ. എത്ര മനോഹരമായ അർത്ഥവത്തായ അർത്ഥഗംഭീര്യമുള്ള ഒരു പ്രയോഗമാണ് ഖുർആൻ നടത്തിയിട്ടുള്ളത്. ഒരു നാട്ടിൽ തിന്മക്കെതിരെ സംസാരം നടത്തിക്കൊണ്ടിരിക്കുന്നവർ അവിടെ കെട്ടുപോയ നന്മകളെ ഉണർത്തുകയും അവിടെ ഉയർന്നുകൊണ്ടിരിക്കുന്ന തിന്മകൾക്കെതിരെ പ്രതിരോധം തീർക്കുകയും അരുത് എന്ന് പറയുകയും ചെയ്യുന്ന ഇസ്ലാഹിന്റെ പ്രവർത്തനം നടത്തുന്ന, നന്നാക്കലിന്റെ പ്രവർത്തനം നടക്കുന്ന ഒരു നാടിനെ ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് നശിപ്പിച്ചു കളയുകയില്ല എന്ന മനോഹരമായ വാഗ്ദാനമുണ്ട് ഖുർആനിൽ. എങ്ങനെ ഒരു നാട്ടിൽ തിന്മ നടക്കുമ്പോ ആ തിന്മക്കെതിരെ അത് അരുത് എന്ന് പറഞ്ഞ് വിരൽ ചൂണ്ടി പറയേണ്ടത് പറഞ്ഞ്, ബോധ്യപ്പെടുത്തേണ്ടത് ബോധ്യപ്പെടുത്തി, ഉത്ബോധിപ്പിക്കേണ്ടത് ഉത്ബോധിപ്പിച്ച്, അറിയിക്കേണ്ടത് അറിയിച്ച് അവിടെ ഇസ്ലാഹ് നടത്തുന്ന ആളുകൾ ഉണ്ടായിരിക്കെ ഒരു നാടിനെ നശിപ്പിക്കാൻ അള്ളാഹു ഉദ്ദേശിക്കുന്നില്ല എന്ന്
അള്ളാഹുവിന്റെ ഖുർആനാണ് പറയുന്നത്. ആ ഇസ്ലാഹാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ നടത്തുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുബാ ലിൽ ഖുറബാ. എന്താണ്? അപരിചിതരായ, എണ്ണപ്പെട്ട അപരിചിതരായ ആളുകൾക്ക് മംഗളം എന്ന് പറഞ്ഞപ്പോ സ്വഹാബാ കിറാം ചോദിച്ചു, ആരാണ് പ്രവാചകരെ? അവർ വിശദീകരിക്കുന്നില്ല. അതിന്റെ അവസാനത്തെ വാചകം പറയാം, ആർക്കാണ് മംഗളം? ആരാണ് ഈ അപരിചിതരായ ആളുകൾ? ഇസ്ലാം തുടങ്ങിയത് അപരിചിതത്തിൽ നിന്നാണ്. എന്നിട്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അങ്ങനെ ചുരുങ്ങി ആ ചുരുങ്ങിയ ഒരവസ്ഥയിലേക്ക് ഇത് മടങ്ങും. അപ്പോ അന്ന് തിന്മ കാണുമ്പോ അരുത് എന്ന് പറഞ്ഞ് കെട്ടുപോയ നന്മകളെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന, അവിടെ ഉയർന്നുകൊണ്ടിരിക്കുന്ന തിന്മകൾക്കു നേരെ രാജ്യം അനുവദിക്കുന്ന, മതം പറയണമെന്ന് പറഞ്ഞിട്ടുള്ള, മതം കൃത്യമായി പഠിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് സമൂഹത്തെ നന്നാക്കൽ കർമ്മങ്ങളിൽ അകപ്പെടുന്നവർ, അവർക്ക് മംഗളമുണ്ട് എന്ന് പറയുമ്പോ അവരെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞത്, അല്ലദീന യുസ്ലിഹൂന മാ അഫ്സദന്നാസ്. ജനങ്ങൾ കേടുവരുത്തിയതിനെ ചില പ്രയോഗങ്ങളിൽ മിൻ സുന്നത്തി എന്ന് കാണാം, മിൻ ബഅദി എന്ന് കാണാം. എന്റെ സുന്നത്തിൽ ഞാൻ പഠിപ്പിച്ചു തന്ന ഇസ്ലാമിന്റെ മര്യാദ, ആചാര അനുഷ്ഠാന മുറകളിൽ ആരെങ്കിലും കേടുവരുത്തുമ്പോ അരുത് എന്ന് പറഞ്ഞതിനെ നന്നാക്കാൻ ശ്രമിക്കുന്നവർക്കാണ് മംഗളം. ആ ഉത്തരവാദിത്തമേ ഞങ്ങൾ നിർവഹിച്ചിട്ടുള്ളൂ. ഈ നാട്ടിൽ കടന്നു വരുന്ന, ഒളിച്ചു കടത്താൻ ശ്രമിക്കുന്ന ഈ സൂംബ എന്ന് പറയുന്ന ഒരു ഡാൻസ് മാത്രമല്ല, ഇതിന്റെ പിന്നിലൂടെ ഒളിച്ചു കിടത്താൻ ശ്രമിക്കുന്ന താന്തോന്നിത്തം എന്ന് പറയുന്ന, തോന്നിവാസം എന്ന് പറയുന്ന, നേരത്തോടെ പറഞ്ഞില്ലേ, ചോദിക്കുകയാണ്, കോളേജിൽ നിന്ന് ഇറങ്ങി വരുന്ന കുട്ടികളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് സെക്സ് ചെയ്യാൻ താല്പര്യമുണ്ടോ? കുട്ടികളുടെ മറുപടി നാണം കുടുങ്ങിയ മറുപടിയല്ല, ഒഴിഞ്ഞു മാറുന്ന മറുപടിയല്ല. ഒഴിഞ്ഞു മാറിയവരും എതിർത്തവരും ഉണ്ടാകാം. അത് സോഷ്യൽ മീഡിയയിൽ കേൾപ്പിക്കാൻ ഈ ഹിഡൻ അജണ്ടകൾ തയ്യാറാക്കുന്നവർ റെഡിയാവുകയില്ല. അവർ കേൾപ്പിക്കുന്ന മറുപടിയിലുള്ളത് എന്താ? അത് എന്റെ ഇഷ്ടമാണ്. അതൊക്കെ പ്രായമായ ആളുകൾക്ക് പ്രശ്നമായിരുന്നുള്ളൂ. ഞങ്ങൾക്കതൊരു പ്രശ്നമല്ല, ചർച്ചയേയല്ല. അത് എന്റെ ഇഷ്ടമാണ്. മൈ ബോഡി മൈ ചോയ്സ്. എന്റെ ശരീരം എന്താകണമെന്നത് എന്റെ ചോയ്സ് ആണ് എന്ന് പറഞ്ഞ് സെക്സിന് താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോ യെസ് എന്ന് മറുപടി പറയുന്ന കുട്ടികളുടെ ആ സംസാരങ്ങളെ വീഡിയോ കൊണ്ടുവന്ന് പൊതുജനങ്ങളെയും പൊതു വിദ്യാലയങ്ങൾ പഠിക്കുന്ന കുട്ടികളെയും ഒക്കെ ഈ അർത്ഥത്തിൽ അവരുടെ വിശ്വാസരംഗങ്ങളെയും അവരുടെ ആചാര അനുഷ്ഠാന മുറകളിലെ ചിട്ടകളെയും ഒക്കെ അടിച്ച് തകർത്ത് തരിപ്പണമാക്കി ഒരു പുതിയ തലമുറയെ സൃഷ്ടിച്ചെടുക്കുവാൻ ശ്രമിക്കുന്ന ചില ഒളി അജണ്ടകൾ ഇതിന്റെ പിന്നിലൂടെ കടന്നു വരുന്നു എന്ന് സംശയിക്കുന്നുവെങ്കിൽ ആ സംശയത്തെ പഠിക്കാൻ ആളുകൾ തയ്യാറാവണം. ഒരു വ്യക്തിയെ കുറ്റപ്പെടുത്തിയിട്ടില്ലല്ലോ, ഏതെങ്കിലും ഒരു മതവിഭാഗത്തെ കുറ്റപ്പെടുത്തുന്നില്ലല്ലോ. ഇങ്ങനെ കടന്നു വരുന്ന കാര്യങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് ഇതിൽ ചില പ്രിയപ്പെട്ടവരെ പ്രയാസങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോ ആ പ്രയാസങ്ങൾ എന്ത് എന്ന് പഠിക്കാൻ തയ്യാറാവുക എന്നത് ഒരു ജനാധിപത്യ സംവിധാനമുള്ള നാടിന്റെ മനോഹാരിതയിൽപ്പെട്ടതാണ് എന്ന് ഉറക്കെ സൂചിപ്പിക്കുകയാണ്. ഞാൻ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ടവരെ നമുക്ക് ദീനായി പഠിപ്പിച്ചു തന്നത് വഹയിന്റെ അടിസ്ഥാനത്തിലാണ്. ഞാൻ മുസ്ലിങ്ങളോട് ഉറക്കെ പറയുന്നു, നമ്മൾ എല്ലാ മനുഷ്യരെയും മനുഷ്യരായി കാണുന്നു, എല്ലാ അയൽപ്പക്ക ബന്ധങ്ങളും ചേർത്ത് പിടിക്കുന്നു. ഈ നാട്ടിൽ നടക്കുന്ന ഏറ്റവും വലിയ നന്മകൾക്ക് നാം കൂട്ടുനിൽക്കുന്നു. അവിടെ ജാതിയില്ല, മതമില്ല, വർഗമില്ല, വർണ്ണമില്ല. തആവനു അലൽ ബിർരി വത്തഖ്വ. നിങ്ങൾ എവിടെ നന്മയുണ്ടോ, എവിടെ പുണ്യമുണ്ടോ, എവിടെ സൂക്ഷ്മതയുണ്ടോ സഹകരിച്ചു കൊടുത്തോളൂ. ഹൈന്ദവന്റെ വീട് തകർന്നോ, നന്നാക്കി കൊടുക്കാൻ ഓടിക്കോ. ഒരു സഹോദരൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണോ, വണ്ടി വിട്ടുകൊടുക്ക്, പണം കൊടുക്ക്, സഹായിക്ക്. ഉണ്ട്, നമ്മുടെ നാട് സഹായിച്ചിട്ടുണ്ട്. വേണ്ടേ 16 കോടി 18 കോടി ഒരു കുട്ടിക്ക് ചികിത്സക്ക് വേണമെന്ന് പറയുമ്പോ കൈയഴിഞ്ഞ് സഹായിച്ചിട്ടുണ്ട്. മതം നോക്കിയിട്ടില്ല, ജാതി നോക്കിയിട്ടില്ല. ചെയ്തോളൂ. തആവനു അലൽ ബിർരി വത്തഖ്വ. നിങ്ങൾ എവിടെ പുണ്യമുണ്ടോ, എവിടെ സൂക്ഷ്മതയുണ്ടോ അവിടെ നിങ്ങൾ സഹകരിച്ചു കൊടുത്തോളൂ. വലാ തആവനു, നിങ്ങൾ സഹകരിക്കാൻ പാടില്ല അലൽ ഇസ്മി വൽ ഉദ്വാൻ. ശത്രുതയുണ്ടാക്കുന്ന ഏർപ്പാടുകൾക്ക്, പാപമാണ് എന്ന് നിങ്ങൾ കുറച്ച് വിശ്വാസമുള്ള ഒരു കാര്യത്തിന് നിങ്ങൾ സഹകരിച്ചു കൊടുക്കാൻ പാടില്ല എന്നത് ഇസ്ലാമിന്റെ തത്വമാണ്. അതൊരു വ്യക്തിയോടുള്ള വെറുപ്പല്ല, ഏതെങ്കിലും പ്രത്യയശാസ്ത്രങ്ങളോടുള്ള വെറുപ്പല്ല. അത് ലോകത്തിന്റെ രക്ഷിതാവായ റബ്ബ് മുസ്ലിം ഉമ്മത്തിന്റെ മേൽ മനുഷ്യലോകം അംഗീകരിക്കാനായി. അത് അംഗീകരിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് അംഗീകരിക്കാതെ പോകാം. പക്ഷേ ഖുർആനിന്റെയും സുന്നത്തിന്റെയും അനുയായികൾ എന്ന് പറയുന്ന
മുസ്ലിം ഉമ്മത്തിന്റെ മേൽ ലോകരക്ഷിതാവായ റബ്ബ് കൊടുത്ത നിർദ്ദേശമാണ് തഅവനു അലൽ ബിർരി വത്തഖ്വ വലാ തഅവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് കാര്യങ്ങളെ പഠിക്കാൻ നമ്മൾ തയ്യാറാവണം. ഏതെങ്കിലും ഒരു വിഷയം കേൾക്കുമ്പോ അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ലെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയല്ല. നമ്മുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ മുസ്ലിങ്ങളായ ആളുകൾ തന്നെ, മതവിശ്വാസികളായ ആളുകൾ തന്നെ ചോദിക്കുന്നുണ്ട്, അതിനെന്താ ഇത്ര പ്രശ്നം? അതിന്റെ ഗൗരവതലങ്ങളെ പഠിക്കുന്നില്ല, അതിന്റെ വരാനുള്ള വിപത്തുകളെ കുറിച്ച് മനസ്സിലാക്കുന്നില്ല. ഇല്ല, ഇവിടെ ഒരു യൂണിഫോമിന്റെ പ്രശ്നം ചർച്ച ചെയ്തപ്പോൾ ഒരു വാക്ക് ഞാൻ പറയട്ടെ. ആളുകൾ പറഞ്ഞു, ഇഷ്ടമുള്ളവരിട്ടോട്ടെ, ഇഷ്ടമില്ലാത്തവരിടണ്ട, പ്രശ്നം തീർന്നില്ലേ? തീർന്നില്ല എന്നല്ലേ പറഞ്ഞത്? അല്ലേ? ഇങ്ങനെ ഒരു 18 വയസ്സ് വരെയാകുന്നവ കുട്ടികളോട് നിങ്ങൾ ആണാണോ എന്ന് ചോദിച്ചാൽ, പെണ്ണാണോ എന്ന് ചോദിച്ചാൽ ഉത്തരം പറയാൻ പറ്റാത്ത വിധത്തിൽ കുട്ടികളെ മൗനികളാക്കാൻ പോരാ, ജനിച്ച ജനന സർട്ടിഫിക്കറ്റ് കൊടുത്ത് ആ സർട്ടിഫിക്കറ്റിൽ ജെൻഡർ എന്ന കോളം വെട്ടി മാറ്റിയിട്ട് ഒന്നും ചേർക്കാതെ അവര് പറയട്ടെ, പ്രായപൂർത്തിയെത്തുമ്പോ ആണാണോ പെണ്ണാണോ എന്ന് അവർക്ക് തീരുമാനിക്കാമെന്ന് പറയുമ്പോ 2 മെഡിക്കൽ വിദ്യാർത്ഥികൾ പരസ്പരം ചർച്ച ചെയ്ത് തീരുമാനമെടുത്ത് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പെണ്ണാവണമെന്ന് തീരുമാനിച്ച് സർജറി അവർ തന്നെ നടത്തി മരിച്ചുപോയ വാർത്ത കേട്ട രാജ്യമാണ് നമ്മുടെ രാജ്യം. ഇല്ലേ? ഉണ്ടായിട്ടില്ലേ പ്രിയപ്പെട്ടവര്? ഇതിന്റെ അപകടത്തെ, അതിന്റെ സൂചനകൾ കാണുമ്പോൾ തന്നെ സമൂഹത്തിന്റെ മുമ്പിൽ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഉത്തരവാദിത്ത നിർവഹണത്തിൽ ആരോടും നമുക്ക് പകയില്ല, ഉറപ്പില്ല എന്ന നിലക്ക് മനസ്സിലാക്കി പറയേണ്ടത് പറഞ്ഞ്, സൂചിപ്പിക്കേണ്ടത് സൂചിപ്പിച്ച് ആളുകളുടെ ചിന്താമണ്ഡലങ്ങളെ ഉണർത്തുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ഈ സംസാരത്തിൽ നിങ്ങളുടെ മുമ്പാകെ വെച്ചുകൊണ്ട് ഞാൻ എന്റെ വാചകങ്ങൾ അവസാനിപ്പിക്കുകയാണ്. സർവശക്തനായ അല്ലാഹു വരാനിരിക്കുന്ന പരലോകമെന്ന് പറയുന്ന ആ ലോകത്തെ രക്ഷപ്പെടുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ കുട്ടികൾ, പ്രിയപ്പെട്ടവരെ, ഹയർ സെക്കൻഡറി കഴിഞ്ഞ് ഡിഗ്രി എത്തി, എന്നിട്ട് നെട്ടോട്ടമോടുകയാണ്. എന്റെ കുട്ടിക്ക് നല്ലൊരു മനഃശാസ്ത്ര വിദഗ്ധനെ പറഞ്ഞു തരണം, നല്ലൊരു കൗൺസിലിംഗ് വേണം. എന്തേ ആ കുട്ടി ഡിഗ്രി എത്തിയപ്പോ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല? വേഷം എങ്ങനെയാണ്, രൂപം ഇങ്ങനെയാണ്, കോലം ഇങ്ങനെയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ അതൊക്കെ കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ചില സ്ത്രീകൾ അവർ വസ്ത്രമണിയും, എന്നാലും അവർ അണിയാത്തവരെ പോലെയാണ്. ഹദീസിൽ വന്നിട്ടില്ലേ? എത്ര കണ്ട് മുൻകൂട്ടി കണ്ട് പറഞ്ഞു, വസ്ത്രമണിയും അവർ, എന്നാൽ അണിയാത്തവരെ പോലെയാണ്. കാസിയാത്തുൻ നാരിയാത്തുൻ മുമീലാത്തുൻ മായിലാത്തുൻ റൂസുഹുന്ന കഅസ്നിമത്തിൽ ബുഖ്തിൽ മായില ലാ യദ്ഖുൽനൽ ജന്ന വലാ യജിദിന റീഹഹ എന്ന പ്രയോഗം ഹദീസിൽ വന്നിട്ടില്ലേ? ഉണ്ട്. എന്താ അതിന്റെ അർത്ഥം? ചില സ്ത്രീകളുണ്ട്, അവർ വേഷമണിയും അണിയാത്തവരെ പോലെയാണ്, വസ്ത്രമണിഞ്ഞിട്ടും അവർ അണിയാത്തവരെ പോലെയാണ്, നടത്തം ഇങ്ങനെ ചാഞ്ഞും ചെരിഞ്ഞുമാണ്, അവർക്ക് സ്വർഗത്തിന്റെ സുഗന്ധം കിട്ടുകയില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ മുമ്പേ പറഞ്ഞിട്ടില്ലേ? ലയകൂനന്ന മിൻ ഉമ്മത്തി അഖ്വാമുൻ യസ്തഹിലുനൽ ഹിറ. ഒരു സമൂഹം എന്റെ ഉമ്മത്തിൽ നിന്നുണ്ടാവാൻ പോവുകയാണ്. ആ ഉമ്മത്തിന്റെ സമൂഹത്തിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ? അവർ വ്യഭിചാരം തെറ്റല്ല എന്ന് പറയുന്നവരാണ്, പട്ടുവസ്ത്രം ആണിനും അണിയാമെന്ന് പറയുന്നവരാണ്, മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് അടിഞ്ഞാട്ടം നടത്താമെന്ന് പറയുന്നവരാണ്. അല്ലേ? ഇതൊക്കെ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വൽ മആസിഫ എന്ന പ്രയോഗത്തിലൂടെ കൃത്യമായി മുൻകൂട്ടി പഠിപ്പിച്ചു തന്നതാണ്. അതുകൊണ്ട് മതവിശ്വാസികൾ തെറ്റി എന്ന് മനസ്സിലാക്കുന്നതിനെ തെറ്റായി കണ്ടുകൊണ്ട് മാറി നിൽക്കുവാനുള്ള സ്വാതന്ത്ര്യം ഈ രാജ്യത്തുണ്ട്. അത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കി, എന്നാൽ ആരോടും വെറുപ്പില്ല. അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക, ഇന്ന കാരണം കൊണ്ടാണ് ഞങ്ങൾ എതിർക്കുന്നത്. അത് പറയാനുള്ള ശക്തിയും പ്രാപ്തിയും ഈ രാജ്യം അനുവദിച്ചു തരുന്നുണ്ട്. അത് അനുവദിച്ചു തന്ന ലിമിറ്റിൽ നിന്നുകൊണ്ട് നമുക്ക് ഇനിയും ബോധ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ വന്നു ചേർന്ന മുഴുവൻ ആളുകളുടെയും വ്യക്തിപരമായ ഉത്തരവാദിത്തമാണ് നമ്മുടെ മക്കൾ കടന്നു പോകുന്ന ഈ വൃത്തികേടുകളിൽ നിന്ന്, തോന്നിമാസങ്ങളിൽ നിന്ന്, ലഹരിയുടെ ഈ മാഫിയ സംഘങ്ങളുടെ നീരാളി കൈകളിൽ അകപ്പെട്ടു പോകുന്നത് കെണിയിൽ നിന്ന് രക്ഷപ്പെടുത്തി കൊണ്ടുവരാൻ സ്വന്തം മാതാവിനടിച്ചു കൊല്ലുന്ന, വല്ലിമ്മയടിച്ചു കൊല്ലുന്ന, വല്ലിപ്പയടിച്ചു കൊല്ലുന്ന, തൊട്ട അയൽവാസികളെ ആക്രമിക്കുന്ന, മാതാവ് പേടിച്ച് പാതിരാത്രിയിൽ അയൽവാസിയുടെ വീട്ടിൽ പോയി കിടക്കുന്ന, മകനെ പേടിച്ച് അയൽവാസിയുടെ വീട്ടിൽ പോയി കിടക്കുന്ന ഈ രംഗങ്ങളൊക്കെ നമ്മുടെ മനസ്സിലോർത്തുകൊണ്ട് ശക്തമായ പ്രതിരോധം തീർത്ത്
തിന്മകൾക്കെതിരെ, ലഹരിക്കെതിരെ, വൃത്തികേടുകൾക്കെതിരെ, അശ്ലീലങ്ങൾക്കെതിരെ, ആഭാസങ്ങൾക്കെതിരെയുള്ള ഒരു സമര മുന്നേറ്റമായി രാജ്യം അനുവദിച്ചു തരുന്ന പോസിറ്റീവായ ഒരു സമര മുന്നേറ്റമായി ഈ വണ്ടൂരിൽ നടന്ന ഈ സമ്മേളനം ഒരു തുടക്കമാകട്ടെ, അല്ലെങ്കിൽ അതിനൊരു ശക്തി പകരട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.